എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ സൺഡേ സ്കൂൾ പഠിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർമാനമായി കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ പരിചയപ്പെടുകയായിരുന്നല്ലോ. ഇന്നും നമ്മൾ 2 പുസ്തകങ്ങളെ പരിചയപ്പെടുവാൻ പോവുകയാണ്. ഒരുമിച്ച് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം, നന്നായി മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങളാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ. അപ്പോൾ ആദ്യമായി നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് പരിചയപ്പെടാൻ പോകുന്നത്. പുതിയ നിയമത്തിലെ 13-ാമത്തെ പുസ്തകമാണ്. അപ്പോൾ തന്നെ ലേഖനങ്ങളിലെ 8-ാമത്തെ ലേഖനവുമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. ഇതിൽ 89 വാക്യങ്ങളുണ്ട്. 89 വാക്യങ്ങളടങ്ങിയ ഈ ലേഖനത്തിൽ 5 അധ്യായങ്ങളാണ് ഉള്ളത്. ഏകദേശം AD 51-52 കാലഘട്ടങ്ങളിൽ പൗലോസ് കൊരിന്തിലായിരിക്കുമ്പോൾ എഴുതിയതാണ് ഈ ലേഖനം എന്നാണ് ചിന്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേഖനം വളരെ വിലയേറിയൊരു ലേഖനമാണ്. മാത്രമല്ല ഇതിൻ്റെ തലക്കെട്ട് പോലെ ഇത് തെസ്സലോനിക്കയിലുള്ള അല്ലെങ്കിൽ തെസ്സലോനിയയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എന്ന് നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വളരെ ആഴമേറിയ, വളരെ പ്രാധാന്യമേറിയ ഒത്തിരി വിഷയങ്ങളും ഒത്തിരി കാര്യങ്ങളും ഒത്തിരി ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ ലേഖനങ്ങൾ എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്നുള്ളതുപോലെ ഇന്നും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന, സഭകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് സന്ദേശങ്ങൾ പൗലോസ് ഈ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലേഖനത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസികളുടെ രക്ഷയുടെ പ്രത്യാശ ആയിട്ടാണ്. ഇംഗ്ലീഷിൽ ബിലീവേഴ്സ് ഹോപ്പ് ഓഫ് സാൽവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ സഭയിലെ വിശ്വാസികളുടെ രക്ഷയുടെ പ്രത്യാശയായിട്ടാണ് യേശുവിനെ ഈ ലേഖനത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും സഭയിൽ രക്ഷയ്ക്ക് നിദാനമായി തീർന്നിരിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നും അതുപോലെ അതിന് പ്രാധാന്യമുണ്ടായിരുന്നു. ഇനി ഈ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ചില പ്രധാന വിഷയങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ലേഖനം എഴുതാൻ ഇടയായിത്തീർന്ന ചില കാരണങ്ങൾ, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. ഒന്നാമതായിട്ട്, ദൈവം ഈ സഭയിലെ വിശ്വാസികൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ, പ്രവൃത്തികൾ, അത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടിയാണ് ഈ ലേഖനം പൗലോസ് എഴുതിയത്. പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ ആ സഭ കടന്നുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഉപദ്രവങ്ങളാണ്, പീഡനമാണ്. അപ്പോൾ ഈ പീഡനത്തിൻ്റെ നടുവിൽ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങളുണ്ട്. അപ്പം അത് തിരിച്ചറിഞ്ഞ പൗലോസ് ആ സഭയോടൊപ്പം ചേർന്ന് ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം സഭ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. ഇനി രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ചിലരൊക്കെ സഭയിൽ നിന്ന് വീണുപോയി അല്ലെങ്കിൽ സഭയിൽ നിന്ന് പിന്മാറിപ്പോയി. അവരെ മനസ്സിലാക്കിയിട്ട് അവരെക്കുറിച്ചുള്ള ശക്തമായ വാണിംഗ് സഭയ്ക്ക് നൽകുവാൻ വേണ്ടിയാണ്. കാരണം അവർ മാറിപ്പോയത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം, പിന്നോട്ട് പോയ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോയ ചിലരൊക്കെ സഭയിലെ ചിലരെ അവരെ കൂടെ കൂട്ടുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ പൗലോസ് അതിനെതിരെ ശക്തമായ ഒരു വാണിംഗ് നൽകുവാൻ, ഒരു മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. അതാണ് രണ്ടാമത്തെ ഒരു ഉദ്ദേശം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. നേരത്തെ ഓർപ്പിച്ചതുപോലെ സഭ അഭിമുഖീകരിച്ചൊരു വലിയ പ്രശ്നമാണ് പീഡനം എന്നുള്ളത്. ഈ പീഡനത്തിൻ്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ ജനത്തെ ആഹ്വാനം ചെയ്യുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ പ്രധാനമായ 3 കാരണങ്ങൾ, മറ്റു ചില കാരണങ്ങൾ കൂടെ നമുക്ക് കാണാൻ കഴിയും. അതിലെ പ്രധാനമായ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവം ചെയ്ത പ്രവൃത്തികൾക്ക് നന്ദി പറയാൻ. 2, പിന്തിരിഞ്ഞു പോയവരുടെ കൂടെ പോകാതിരിക്കാനുള്ള ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകാൻ. 3, പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽപ്പാൻ അവരെ ധൈര്യപ്പെടുത്തുവാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ലേഖനം എഴുതാൻ
ഇടയായിത്തീരുന്നത്. ഇനി ഈ ലേഖനത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എന്താണെന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾ ഈ സഭ അഭിമുഖീകരിച്ചു. ചില പ്രത്യേകിച്ച് ഡോക്ട്രിനൽ ഇഷ്യൂസാണ്. ഡോക്ട്രിനൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സഭയ്ക്കകത്തുള്ള ചില വിശ്വാസ പ്രമാണം സംബന്ധിച്ച ചില ചോദ്യങ്ങൾ സഭയുടെ പുറത്തു നിന്നും വന്നു. ഇതിലേതാണ് ശരി, ഇത് ശരിയാണോ, ഈ വിശ്വാസം ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനൊരു മറുപടി നൽകാൻ വേണ്ടിയേ, അല്ലെങ്കിൽ അതിനുള്ള മറുപടികൾ ശക്തമായിട്ട് ഈ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സഭയിലും ചിലരൊക്കെ, അല്ലെങ്കിൽ സഭയിലെ ആളുകളോടും ചിലരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കാറുണ്ടല്ലേ. എന്നാൽ നമ്മുടെ നല്ല ദൈവദാസന്മാർ അതിന് മറുപടി കൃത്യമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിനെതിരായ ചില ആളുകളൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന്, അല്ലെങ്കിൽ നമ്മളോട് വന്ന് ചിലതൊക്കെ പറയാറുണ്ട്. കൂട്ടുകാർ, ചിലപ്പോൾ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ചില കൂട്ടുകാർ ചോദിക്കും, ഇത് ശരിയാണോ, ഇതെവിടാ പറഞ്ഞിരിക്കുന്നത്, ഇതാരാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ടല്ലേ. നമ്മൾ ചിലരൊക്കെ വന്ന് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ അംഗങ്ങളോട് ചോദിക്കാറുണ്ട്, വീട്ടിൽ പേരൻസിനോട് ചോദിക്കാറുണ്ട്. എന്നാൽ കൃത്യമായും ബൈബിളിൽ നിന്ന് അതിൻ്റെ ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വിശ്വാസവും ശരിയാണെന്നുള്ളത്. അപ്പം എന്നതുപോലെ ഈ സഭ അഭിമുഖീകരിച്ച ഈ പ്രശ്നം പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് സഭയ്ക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഈ ലേഖനത്തിലൂടെ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമുണ്ട്, ഡേ ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ യഹോവയുടെ ദിവസം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒത്തിരി ചിന്തകളും ഒത്തിരി ചർച്ചാ വിഷയങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമാർന്ന ഒരു ഡീറ്റെയിൽസ് ഈ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് സഭ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂട്ടുകാർക്ക് തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ഒന്നാമത്തെ ലേഖനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം കിട്ടി. എന്തുകൊണ്ടത് എഴുതി, എന്തൊക്കെയാ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എവിടെ നിന്ന്, ആർക്ക് വേണ്ടി എഴുതി, ആരെഴുതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ലേഖനത്തിലേക്ക് പോവുകയാണ്. ഇതിലും നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, ക്യൂവേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഈ വാക്യം കൂട്ടുകാരെല്ലാവരും വേദപുസ്തകം തുറന്ന് അത് നിങ്ങൾ പഠിക്കണം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളത് എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 2-ാമത്തെ ലേഖനത്തിലേക്ക് പോവുകയാണ്. തെസ്സലോനിക്കയ്ക്ക് വേണ്ടി എഴുതിയ 2-ാമത്തെ ലേഖനം. അതും പൗലോസാണ് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതായത് 51-52 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഈ ലേഖനവും എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് 14-ാമത്തെ പുസ്തകമാണ് പുതിയ നിയമത്തിൽ. അപ്പോൾ തന്നെ 9-ാമത്തെ ലേഖനമാണ്. ഈ ലേഖനത്തിൽ 3 അധ്യായങ്ങളുണ്ട്, 47 വാക്യങ്ങളുമാണുള്ളത്. അപ്പോൾ വളരെ ചുരുങ്ങിയ, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ലേഖനമാണിത്. ഈ ലേഖനത്തിലെ പ്രധാന വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചിലതൊക്കെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനവുമായി ഒത്തിരി ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിലെ പ്രധാന ഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇതിൽ യേശുവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, യേശുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വരുവാനിരിക്കുന്ന ന്യായാധിപതിയായിട്ടാണ്, അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ഒരു ഭരണകർത്താവായിട്ടാണ്, ന്യായം വിധിക്കുന്ന ഒരു ജഡ്ജായിട്ടാണ് ഇവിടെ യേശുവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ലേഖനത്തിൽ പ്രധാനമായും കാണുന്ന ചില കാര്യങ്ങൾ, പ്രധാനമായും ഇത് എഴുതാനുള്ള കാരണങ്ങൾ നാം നോക്കുമ്പോൾ കുറേ വിഷയങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന്, നമ്മൾ 1-ാമത്തെ ലേഖനത്തിൽ നാം കണ്ടു സഭ വലിയ പ്രതിസന്ധികളിലൂടെ, അതായത് പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോഴതിൻ്റെ സാഹചര്യം അത് വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വർദ്ധിച്ചിരിക്കുന്ന പീഡനത്തിൽ ദൈവജനം വിശ്വാസം തള്ളിപ്പറയാതെ നിലനിൽക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തേണ്ടതിനായിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് എഴുതി എന്ന് അഭിപ്രായപ്പെടുന്ന ചില ലേഖനങ്ങൾ സഭയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ അത് വാസ്തവത്തിൽ പൗലോസ് എഴുതിയതല്ല. എന്നാൽ ഇത് പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെയുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ ലേഖനം പൗലോസ് എഴുതിയത്. ഇനി
മറ്റൊരു പ്രശ്നം കണ്ടത് സഭ നിശ്ചലമായി പോയ ഒരു അവസ്ഥയാണ്. അതായത് സഭയ്ക്ക് വളർച്ചയില്ല, ആത്മീകമായ ഒരു ഉന്നതിയില്ല. സഭ ഇങ്ങനെ ഒരു കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ നിശ്ചലമായി പോയതായിട്ട് പൗലോസ് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും മുന്നിലേക്ക് സഭയുടെ വിശ്വാസികൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നീങ്ങേണ്ടതിനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കേണ്ടതിനായിട്ടാണ് ഈ ലേഖനം പൗലോസ് എഴുതിയത്. അപ്പോൾ 3 കാരണങ്ങളാണ്. ഒന്ന്, വർദ്ധിച്ചു വന്നിരിക്കുന്ന പീഡനത്തിൽ ധൈര്യത്തോടെ നിൽക്കേണ്ടതിന്. 2, പൗലോസ് എഴുതിയെന്ന് അഭിപ്രായപ്പെടുന്ന ചില ലേഖനങ്ങൾ വന്നു, അത് പൗലോസിൻ്റെ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന്. 3, സഭ ആത്മീകമായും എല്ലാ തരത്തിലും നിശ്ചലമല്ലാതെ ചലിക്കുവാൻ, മുന്നിലേക്ക് മൂവ് ചെയ്യുവാൻ വേണ്ടി അവരെ ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തത്, സഭ പീഡനത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന ഒരു അറിയിപ്പ് ഇതാണ്: ഇപ്പോൾ പീഡിപ്പിക്കുന്നവർക്ക്, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു ന്യായവിധി ഉണ്ടാവും. 2, ഇപ്പോൾ ഈ പീഡനം സഹിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അത് ഒരുപക്ഷെ ഇവിടെ സംഭവിക്കണമെന്നില്ല, നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ എന്ന ഒരു കാര്യം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് മുന്നോട്ട് പോകേണ്ടത്, അതായത് സഭ ഐഡിയലായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചലമായി പോയി, അത് പ്രവർത്തനക്ഷമമായി എങ്ങനെ മുന്നിലേക്ക് പോകാമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ പുസ്തകത്തിലൂടെ പൗലൂസ് നൽകുന്നുണ്ട്. 3, പൗലൂസിൻ്റെ ലേഖനങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടു വന്ന ലേഖനങ്ങൾ പൗലൂസിൻ്റെ അല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ചില തെളിവുകളും അതിന് എങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ചില മുന്നറിയിപ്പുകളും പൗലൂസ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ഉദ്ദേശത്തോടെയാണോ പൗലൂസ് ഇത് എഴുതിയത്, അതേ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ, അതായത് ഒന്നാമത്തെ ലേഖനത്തോട് തന്നെ ഒത്തിരി സാമ്യമുള്ള അല്ലെങ്കിൽ പല വിഷയങ്ങളും ഒരുപോലുള്ള തുടർമാനമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് ഈ ലേഖനത്തെ കാണാൻ കഴിയുന്നത്. ഒരേ കാലഘട്ടത്തിൽ അന്നുണ്ടായ സഭയിലെ അവസ്ഥകളെ മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഈ ലേഖനത്തിലും ഒരു വാക്യം കുറിവാക്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ കീവേഴ്സായിട്ടുണ്ട്. അത് 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. കൂട്ടുകാർ അതും നോട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ വാക്യം മറന്നില്ലല്ലോ. 2-ാം അധ്യായം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോൾ ഈ 2 വാക്യങ്ങളും നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് വാക്യങ്ങളെല്ലാം പഠിച്ച് നിങ്ങൾ വളരെ മിടുക്കരായിരിക്കുകയാണ്. ഞാനൊരു 10 വാക്യം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വാക്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൂട്ടുകാരെല്ലാം നിങ്ങൾ ഈ വാക്യങ്ങൾ പഠിക്കണം. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ദൈവസഭ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സഭയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പൗലൂസ്. അപ്പം ഈ സഭയിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് പൗലൂസ് അത് നന്നായിട്ട് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സഭയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വളരെ വിവേകത്തോടെ പ്രാർത്ഥനയോടെ നമ്മുടെ സഭയിൽ ശുശ്രൂഷകന്മാർ ആ വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? പ്രശ്നം വഷളാകാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഒക്കെ എന്നതുപോലെ ഇവിടെ പൗലോസ് ശരീരം കൊണ്ട് ദൂരെ ഇരിക്കുകയാണെങ്കിലും മറ്റൊരു സ്ഥലത്താണെങ്കിൽ പോലും താൻ ആത്മാവ് കൊണ്ട് എല്ലാ സഭകളുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ വിഷയങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് 2 ലേഖനങ്ങളിലൂടെയും തെസ്സലോനിക്ക സഭയെ ആത്മീകമായി ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും അവരുടെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ എല്ലാ കാര്യങ്ങളും നന്നായി പോകാനുള്ള ഒത്തിരി നല്ല ആഹ്വാനങ്ങളും എൻകറേജ്മെൻറ്റ് വേഴ്സും ഒക്കെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് വളരെ നല്ലൊരു അറിവാണ്, നമുക്കൊരു അനുഗ്രഹമാണ്. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ വളരെ ബെനിഫിറ്റായ ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒത്തിരി നല്ല ചിന്തകൾ നമ്മളിന്ന് കേട്ടു. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ദൈവം ഇടയാക്കട്ടെ.
കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്നത്തെ സൺഡേ സ്കൂൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവ് അങ്ങയുടെ അഭിഷേകത്തിലൂടെ ക്രിസ്തുവിൻ്റെ സഭയെ എപ്രകാരം മുന്നിലേക്ക് വഴി നടത്തിയെന്ന് ഞങ്ങൾക്ക് ഇന്ന് പഠിപ്പാൻ അവസരം നൽകിയല്ലോ. സഭയ്ക്കുള്ളിലെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി സഭയിലെ ദൈവമക്കളെ ആത്മീയമായി എൻകറേജ് ചെയ്യുവാൻ, അവരുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നിലേക്ക് പോകണമെന്നൊക്കെ വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകുവാൻ പൗലോസ് അപ്പോസ്തലൻ ദൈവം ഉപയോഗിച്ചുവല്ലോ. ഞങ്ങളുടെ സഭകളെയൊക്കെ ദൈവം ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ദാസന്മാരാൽ നിയന്ത്രിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇതൊക്കെ ഞങ്ങൾ പഠിക്കുവാനിടയായതും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവം കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പിരിയുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച ഒരുമിച്ച് കൂടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം കൃപ നൽകണമേ. ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മളെ ഈ ഒരാഴ്ചക്കാലം വളരെ സുരക്ഷിതമായി കാത്തു പരിപാലിക്കട്ടെ. പരസ്പരം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാനും പ്രാർത്ഥന ഓർക്കാനും ഒക്കെ കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.